ഒരു മനുഷ്യൻ തൻ്റെ സിരകളിൽ വിപ്ലവബോധത്തിൻ്റെ ചെമ്മപ്പും പാരിസ്ഥിതിക അവബോധത്തിൻ്റെ പച്ചപ്പും ചിന്താപ്രഫുല്ലതയുടെ പീതവർണവും സർഗാത്മക സ്വാതന്ത്ര്യങ്ങളുടെ ആകാശനീലിമയും ആവാഹിച്ച് നമുക്കിടയിൽ നമ്മളിലൊരാളായി നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിചിത്രങ്ങളിൽ ഇഴചേരാത്ത വർണ്ണങ്ങളോ ആശയഗതികളോ ഇല്ല. അയാളിൽ ആശയങ്ങൾ പിറവിക്കൊള്ളുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് പ്രായോഗികതയുടെ ഭ്രമണപഥങ്ങളിൽ അത് അർത്ഥപൂർണമായി വിക്ഷേപിക്കുന്നതിലും അയാൾ വിജയിക്കുന്നുണ്ട്. തനിക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഒരു ധ്യാന ബുദ്ധനെ പോലെ അയാൾ ഉള്ളുകൊണ്ട് തൊട്ടറിയുന്നുണ്ട്. I am Parameswaran, MP Parameswaran from Kerala Shastra Sahitya Parishad, working in what you call social chain reaction. I mean I was a nuclear engineer, so I was involved in nuclear chain reaction, designing reactors. Now I am trying to create chain reaction for a sustainable world. സുഹൃത്ത് വലയങ്ങൾക്കുള്ളിൽ MP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മടങ്ങേളിയില്ലത്ത് പരമേശ്വരൻ ഇന്ത്യ കണ്ട ആദ്യകാല മികച്ച ന്യൂക്ലിയർ എഞ്ചിനീയർമാരിൽ ഒരാളാണ്. എന്നാൽ അദ്ദേഹം പൊതുജനസമക്ഷം തന്നെ പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നത് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കാണ്. ആണവ ശാസ്ത്രജ്ഞനിൽ നിന്ന് സാമൂഹിക ശാസ്ത്രജ്ഞനിലേക്ക് ഡോക്ടർ MP പരമേശ്വരൻ നടന്നു കയറിയ ദൂരമാണ് ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ധിഷണയെ പൊതുജന നന്മ ലക്ഷ്യം വെച്ചുള്ള ശാസ്ത്ര പ്രചാരണ വഴികളിലേക്ക് തിരിച്ചുവിടുന്നതിന് സഹായകരമായി മാറിയത്. സാമൂഹികവും സാമുദായികവുമായി അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവൽ സമസ്യകൾക്ക് ഡോക്ടർ MP പരമേശ്വരൻ തിരഞ്ഞെടുത്ത ഉത്തരങ്ങൾ കേവലം കാൽപ്പനിക ജൽപ്പനങ്ങൾ ആയിരുന്നില്ല, മറിച്ച് ശാസ്ത്രയുക്തിയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും ഉരക്കല്ലിൽ ഉരച്ച് പ്രയോഗക്ഷമത ഉറപ്പുവരുത്തിയ പരിഹാര നിർദ്ദേശങ്ങളായിരുന്നു. തനിക്കു വേണ്ടി അധ്വാനിക്കുന്ന സമയം കുറയുകയും മറ്റുള്ളവർക്കു വേണ്ടി അധ്വാനിക്കുന്ന സമയം കൂടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളും പരസ്പര ബന്ധങ്ങളും കൂടുമ്പോൾ ആ വ്യക്തി കൂടുതൽ സന്തുഷ്ടനായിരിക്കുമെന്ന് പറയപ്പെടുന്നു. ഡോക്ടർ MP പരമേശ്വരൻ ഇന്ന് ഏറെക്കുറെ സന്തുഷ്ടനായ ഒരാളാണ്. അയാൾ ഒരു വിപുലമായ കുടുംബത്തിന്റെ ഭാഗമാണ്, അതിന്റെ മുഖ്യ ചുമതലക്കാരനാണ്. എനിക്കിപ്പോൾ 81 വയസ്സ് കഴിഞ്ഞു. ഈ 81 വയസ്സിൻ്റെ ജേണി ഒന്ന് പിന്നാക്കം തിരിഞ്ഞ് നോക്കുകയാണെന്ന് നിൽക്കുക. ഇപ്പം എത്തി നിൽക്കുന്ന സ്ഥലം വളരെ രസമായിട്ടുള്ള സ്ഥലമാണ്, അത് വേറെ പിന്നെ പറയാം, എപ്പോഴെങ്കിലും പറയാം. ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയുടെ വീടാണ്. തൃശ്ശൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ അകലെ കിരാലൂർ എന്നുള്ള ഒരു ഗ്രാമത്തിൽ മാടമ്പ് മന എന്ന് പറഞ്ഞിട്ട് മനയുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിദ്ധനായുള്ള ആൾ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്ന എഴുത്തുകാരനാണ്. ആ കുഞ്ഞിക്കുട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് എൻ്റെ അമ്മ. അവിടെ ജനിച്ചതെന്നല്ലാണ്ട് അവിടുത്തെ ജനിച്ച ഓർമ്മയൊന്നുമില്ല. ആ കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്പൂരിമാരുടെ ഇടയിൽ ഒരു ടാബു ഉണ്ടായിരുന്നു. അതായത് മക്കളുടെ മൂത്ത മകൻ മാത്രമേ കല്യാണം കഴിക്കാൻ സ്വജാതിയിൽ നിന്ന് വിവാഹം ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അന്യജാതിയിൽ നിന്ന് വിവാഹം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എൻ്റെ അച്ഛൻ 3ാമത്തെ മകനായി. എന്നിട്ടും നമ്പൂരിയിൽ നിന്ന് വിവാഹം ചെയ്തപ്പോൾ എൻ്റെ മുത്തശ്ശൻ അതിൽ ദേഷ്യപ്പെട്ടിട്ട് അത് അംഗീകരിച്ചില്ല, ആ വിവാഹം അംഗീകരിച്ചില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയെ തറവാട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. വിവാഹം ചെയ്തിട്ട് തൃശ്ശൂരിൽ ഒരു വാടക വീട്ടിൽ താമസിക്കായിരുന്നുകൊണ്ട് അവിടുന്ന് പിന്നെ പ്രസവം അമ്മയുടെ വീട്ടിൽ കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടുപോണ്ടേ, അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇളയച്ചൻ പട്ടാമ്പി അടുത്ത് മണ്ണിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ മണ്ണിയങ്കോട് എന്നുള്ള സ്ഥലത്ത് മൂത്തിരിങ്ങോട് എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രധാന ജില്ലാണ്. മൂത്തിരിങ്ങോട് ഭവത്രാജ് എന്നുള്ള എഴുത്തുകാരൻ്റെ ജില്ലാണ്. ശാസ്ത്രാഹിത്യ പരിഷത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന MC നമ്പൂരിപ്പാടിൻ്റെ ജില്ലാണ്. പലതരത്തിലും പിന്നീട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കാര്യസ്ഥരായിരുന്നു എൻ്റെ ഇളയച്ചൻ, മാനേജർ. അപ്പോൾ ആ ഇതിൽ ഇളയച്ചൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇളയച്ചൻ അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അപ്പോൾ ഇളയച്ചൻ്റെ കൂടെയായിരുന്നു പിന്നെ അമ്മയും ഞാനും. അച്ഛൻ തൃശ്ശൂരാണ് ജോലി, ETM വൈദ്യശാലയിലാണ് അതിൻ്റെ ബ്രാഞ്ച് ഫിസിഷ്യനായിട്ടും മാനേജറായിട്ടായിരുന്നു അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ തൃശ്ശൂരാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ നമ്പൂരി വിദ്യാലയം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, നമ്പൂരിമാർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അവിടെയാണ് ചെയ്തിട്ടുള്ളത്. 1940-ലാണ് 1ാം ക്ലാസ് ചെയ്യുന്നത്. 46 7ാം ക്ലാസ് പാസ്സാകുന്നു. 1ഉം 2ഉം ക്ലാസ്സുകൾ ഒരു കൊല്ലം കൊണ്ട് കഴിഞ്ഞു വന്ന്.
ഡബിൾ പ്രൊമോഷനായിട്ട്. 46 കഴിഞ്ഞ് 46 മുതൽ 49 വരെയുള്ള 3 കൊല്ലമാണ് പിന്നെ തൊട്ടടുത്തുള്ള CMS ഹൈസ്കൂളിൽ. CMS ഹൈസ്കൂളിൽ 49 10ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്ക് കോളേജിൽ ചേരാനൊന്ന് വയസ്സ് മതിയാവില്ല. ജനുവരി 15-നകം 14 വയസ്സ് തികയണമെന്നാണ് റൂള്. എനിക്ക് ജനുവരി 18 14 വയസ്സ് തികയുള്ളൂ. മദ്രാസ് യൂണിവേഴ്സിറ്റി ഒരു ഇളവും തരുമില്ല. അപ്പോൾ ഞാൻ സെൻറ് തോമസ് കോളേജിൽ 1 കൊല്ലം റോളിലില്ലാത്ത സ്റ്റുഡൻറ്റ്, സ്പെഷ്യൽ നമ്പർ എന്ന് പറയാൻ, റോളിലില്ലാത്ത സ്റ്റുഡൻ്റായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ 49 അങ്ങനെ കഴിഞ്ഞിട്ട് 50-52 ശരിക്കുള്ള ഇൻ്റർമീഡിയറ്റ് പഠിച്ചത്. 52 ഇൻ്റർമീഡിയറ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്നുള്ള ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടതെന്നുള്ള എൻജിനീയറിംഗ് പോകാമെന്നുള്ള വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുള്ള കാശൊന്നുമില്ല. പക്ഷെ അവസാനം അച്ഛൻ ഈ വീട് പണയപ്പെടുത്തിയിട്ട് കാശെടുക്കാൻ തീർച്ചയാക്കി. അങ്ങനെ അച്ഛൻ ധൈര്യം കാണിച്ചിട്ട് ഒരു റിസ്ക് എടുത്തിട്ടാണ് എന്നെ എഞ്ചിനീയറിംഗ് അയക്കുന്നത്. കോളേജിലെ ബ്രൈറ്റർ ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ സിവിലും മെക്കാനിക്കലും എടുത്തുകൊണ്ട് ഇലക്ട്രിക്കൽ ഞാൻ ബ്രൈറ്റസ്റ്റ് ആയിട്ട് മാറി. അങ്ങനെ ഉണ്ടായത്. അങ്ങനെ പക്ഷേ മാത്രമല്ല, കോളേജിൽ നിന്ന് ആ ഇതിൽ ഫസ്റ്റ് റാങ്കായിട്ട് പാസ്സാവുകയും ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ 1956 ഏപ്രിൽ ആയപ്പോഴേക്കും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടി. ഒരു 2-3 മാസം ജോലി എടുത്തു. അപ്പോഴേക്കും പിന്നെ ബോംബെ പോയി. എം പി ഒരു പൊതുപ്രവർത്തകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് പൊതുപ്രവർത്തനത്തിനോട് തീരെ ഇഷ്ടമില്ല, ഞാൻ അതും പറയാം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വന്നത്. എൻ്റെ അച്ഛൻ ജന്മിയായിരുന്നു. ഞങ്ങൾ ആ നാട്ടിലെ പ്രമാണിമാരാണ്. ആ രീതിയിൽ വളർന്ന എന്നെ 19 വയസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴാണ് MP കാണുന്നത്. MP എഞ്ചിനീയറാണ് BRCയിൽ. അത് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അപ്പോൾ അച്ഛൻ ആ പഠിത്തവും ജോലിയും മാത്രമാണ് നോക്കിയിരിക്കുന്നത്, എൻ്റെ അച്ഛൻ. അത് തെറ്റിയിട്ടൊന്നുമില്ല, അതാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഈ പൊതുപ്രവർത്തനം എന്നുള്ള ഒരു ശൈലി അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടേ എനിക്കറിയില്ല. അതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നല്ല ജോലിയാണല്ലോ. അച്ഛൻ നമുക്കൊന്നും വോയിസ് ഇല്ല ആ കാലത്ത്. ഇപ്പോൾ കല്യാണം കഴിക്കും 19 വയസ്സ് പറഞ്ഞ ഒരു പെൺകുട്ടിയായാലും ആ കാലത്ത് ഇന്നത്തെ കുട്ടികളെ പോലെ ഒരു അത്രയും കൂടി ഇത് അറിയില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചു അത്രയേ ഉള്ളൂ. പക്ഷെ സ്വന്തം ഭാവിക്ക് ഏതാ നന്നാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് വേണമെന്ന് പറയാൻ ഉള്ള ഒരു അറിവ് ആ കാലത്തില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ വന്നു. പിന്നെ MPയുടെ കൂടെ ബോംബെയിൽ പോയി. ജീവിതം സുഖമായിരുന്നു. അത് ബോംബെയിലൊക്കെ ഇഷ്ടമായി. ആ പ്രായമല്ലേ, 18-19 വയസ്സ്. യാത്ര ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ കുടുംബത്തെ പറ്റി ഒട്ടും അറിയില്ലായിരുന്നു എനിക്ക്. ഇങ്ങനെ ഒരു സാഹചര്യം, ഈ കുടുംബത്തിന് മുഴുവൻ ചുമതല MPക്കാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കാലത്തെ ഒരു പെൺകുട്ടിയുടെ ഞങ്ങളുടെ ജാതിയിൽ പറയില്ല, നമ്പൂതിരിമാർ വളരെ ഇതാണ്, പെൺകുട്ടികളോടൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. പിന്നെ ഞാൻ ആ രീതിയിലാണ് ആലോചിക്കാനുള്ള പ്രായം. എനിക്ക് 19 വയസ്സായെങ്കിലും അതൊന്നും അറിയില്ല. നമ്മൾ ആരുടെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇയാളുടെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ ഒപ്പം പോണത് എന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് തോന്നിയതാണത്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ധാരാളം ആൾക്കാർ ഫ്രണ്ട്സിന് ട്രെയിനിലും എല്ലാവരും ജോലി വരണതാവില്ലേ നാട്ടിൽ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞു. ഞാൻ എപ്പോഴും അവിടെയും ഒറ്റയ്ക്കിരിക്കും. ഫസ്റ്റ് ക്ലാസ് അതൊക്കെ നല്ലതാണ്, യാത്രക്കാന്ന് സുഖമായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കിരിക്കൽ ഒരു പരിധിവരെ എനിക്കിഷ്ടമാണ്. ഞാൻ അത് പറയാം. അതായത് എന്താ വെച്ചാൽ നമ്മുടെ ഈ വൈരുദ്ധ്യം ഇങ്ങനെ ആക്കിയത് ഒരു തരത്തിൽ എനിക്ക് നന്നായി തോന്നുന്നത് അതാണ്. അതിന് ഒരു കാരണം, ചെറുപ്പത്തിലും ഞാൻ ധാരാളം വായിക്കും. പഠിക്കാൻ വലിയ ഉത്സാഹമൊന്നുമില്ല, പഠിച്ചു വരണമെന്നൊന്നും അറിയില്ല, പക്ഷെ ധാരാളം വായിക്കാം. എൻ്റെ അച്ഛനാണ് അതിനുള്ള പ്രേരണ. അച്ഛൻ എപ്പോഴും പറയും, 7-8 വയസ്സാകുമ്പോൾ അവർക്ക് പറയും മാതൃഭൂമി ദിവസേന വായിക്കണം എന്ന് പറയും. അതാണ് അച്ഛൻ പറഞ്ഞതല്ല. പിന്നെ അച്ഛൻ എപ്പോഴും എഴുതിയും വായിക്കുകയും ചെയ്യണ ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് നമ്പൂതിരിമാരുടെ ഇടയിൽ അത്രയധികം യാത്ര ചെയ്തും ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയുള്ള ആൾക്കാർ കുറവാണ്. വാസം പറഞ്ഞാൽ അച്ഛൻ നല്ലൊരു എന്താ പറയുക, ഈ MPക്ക് അച്ഛനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ MPക്ക് എപ്പോഴും സ്ഥാനം. അത്ര അധികമാണ്. ആ അച്ഛൻ്റെ മകളായതാണ് എൻ്റെ ഒരു ഇത് എനിക്കെപ്പോഴും ഈ അനുഭവിക്കാൻ, ഇതൊക്കെ സഹിക്കാൻ പറ്റില്ലേ. അതിൻ്റെ കാരണം അച്ഛൻ്റെ ഉപദേശങ്ങളും
അച്ഛൻ ആ കുട്ടിക്കാലത്തും കൂടെ കൊണ്ട് നടക്കും. വളരെയധികം പെറ്റായിട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാവും എനിക്ക് ഇത്രയൊക്കെയുള്ള ഇങ്ങനെ നമ്മളുടെ നമ്പൂതിരിമാരുടെ ഇടയിൽ ഇത്ര പൈസ ഇല്ലാത്തവരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിലെ ഭേദപ്പെട്ടവരാണേ. അപ്പം അതും പിന്നെ ഇദ്ദേഹത്തിന് നല്ല ജോലിയില്ല. അച്ഛൻ അതാ നോക്കിയത്, ജോലി കൊടുത്തു. പക്ഷെ ഇദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ള എനിക്ക് കുറേ കഴിയുമ്പോൾ മനസ്സിലായി. വീട്ടുകാരെയും ഇവരെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട, അവരുടെ ചുമതല മുഴുവൻ ഇയാളല്ല ചെയ്ത. പക്ഷെ ഇത്ര വലിയൊരു കുടുംബത്തിൻ്റെ ഇത്ര ചുമതല ഏറ്റെടുക്കണ ഒരാളുടെ ഭാര്യയാവുക പറഞ്ഞാൽ എത്രത്തോളം സുഖമാവുമെന്ന് എനിക്ക് നല്ല പ്രശ്നം തോന്നിയിരുന്നു. പക്ഷെ എൻ്റെ ആ ഒരു ഭാഗം എന്നേക്കാളും അധികം എം പിക്ക് മനസ്സിലായതുകൊണ്ട് കുറച്ച് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവും. അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അച്ഛൻ എം പി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ അന്ന് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഏകദേശം ഒരു പ്രകൃതവും എനിക്ക് എത്രത്തോളം എന്തൊക്കെ സഹിക്കാൻ പറ്റും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതെനിക്ക് മുഴുവൻ അറിയില്ല. ഞങ്ങളൊന്നും അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഇപ്പോൾ 81 വയസ്സായല്ലോ. ഒരു കൊല്ലമായിട്ട് ധാരാളം, എനിക്കും ഏറ്റവും ഇഷ്ടം വേറെ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ധാരാളം സാഹിത്യം, കവിത അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കണം വലിയ ഇഷ്ടമാണ്. നേരെ മറിച്ച് കുടുംബകാര്യങ്ങളൊന്നും അതങ്ങനെ ഇതെങ്ങനെ അവരുടെ ഇല്ലത്തെ അമ്മാത്ത പറഞ്ഞ ബന്ധുക്കളുടെ കാര്യങ്ങൾ പറയാനാണ് എം പിക്ക് ഇഷ്ടം. അത് സാധാരണ നിലയ്ക്ക് ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറയുകയിടയ്ക്ക് നിങ്ങൾ പെണ്ണായി ജനിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയാം. വെച്ചാൽ അമ്മയുടെ തണല്ല, അമ്മയുടെ ഇതിലാണ് എം പിയുടെ കുട്ടിക്കാലം. 1957 ഒക്ടോബർ 4 ആ ഡേറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ജീവിതത്തിലെ പ്രധാന ദിനമാണ്. അന്നാണ് സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ സ്പുട്നിക് വിടുന്നത്, ഏറ്റവും ആദ്യത്തെ സ്പുട്നിക്. അപ്പോൾ അറ്റോമിക് എനർജിയിലെ സോവിയറ്റ് യൂണിയൻ കുറെ മുന്നേറിയിട്ടുണ്ട്. ഇപ്പോൾ സ്പേസിൽ മുന്നേറിയപ്പോൾ ഞങ്ങൾ 2-3 പേര് തീരുമാനിച്ചു നമ്മൾ റഷ്യ പഠിക്കണം. ഞാൻ തീരുമാനിച്ചു ഉപരിപാഠത്തിൽ റഷ്യയിലേക്ക് പോകാനാണ് വേണ്ടത് തീരുമാനിച്ചു. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. അന്നങ്ങനെ തീരുമാനിച്ച 2-3 പേരിൽ ഞാൻ മാത്രമേ റഷ്യയിലേക്ക് പോകേണ്ടയുള്ളൂ. ഇത് 1957 മുതൽ 59-60 വരെ റഷ്യൻ ഭാഷ പഠിച്ചു. 2 കൊല്ലം റഷ്യൻ ഭാഷ പഠിച്ചു. അന്ന് തന്നെ ആ പഠിക്കുന്ന കാലത്ത് തന്നെ അറ്റോമിക് എനർജിയെ പറ്റിയുള്ള ഒരു വലിയ മേജർ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അങ്ങനെ റഷ്യയിൽ ലെക്ചർ കേട്ടാലേ മനസ്സിലാവുന്നുള്ള ഇതായി. റഷ്യയിൽ എഴുതാൻ അത്രയും എപ്പോഴും കഷ്ടം തന്നെയാണ്. പിന്നെ 3 കൊല്ലം റഷ്യയിലായിരുന്നു. ആ റഷ്യയിലെ ജീവിതം മുഴുവൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിൻ്റെ മേന്മകൾ, അതായത് ദാരിദ്ര്യമില്ല, കുട്ടികളെ ഭംഗിയായിട്ട് നോക്കുന്നു, പൂർണ്ണമായ സുരക്ഷിത ബോധം ജനങ്ങൾക്ക്, അതായത് അവർക്ക് പണം സമ്പാദിക്കേണ്ട, ഭാവിക്ക് വേണ്ടി പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ലേണ്ടി. അപ്പം അങ്ങനെ അതാണ് അതിന് നല്ല നന്മ. അതേ സമയത്ത് ആ സിസ്റ്റം നശിക്കാൻ പോവാണ്, ദ്രവിക്കാൻ പോവാണെന്നുള്ളതിൻ്റെ ലക്ഷണം കണ്ടിറങ്ങിയിരുന്നു. ചെറുപ്പക്കാർക്ക് മാർക്സിസം പഠിക്കാൻ താല്പര്യമില്ല, റൂബിളിലും ഒക്കെ കരിഞ്ചന്ത, അമേരിക്കൻ സാധനങ്ങൾ കിട്ടാനുള്ള മോഹം, ഇങ്ങനെയല്ലേ ഒരു ഉപഭോഗ സംസ്കാരം കഠിനമായിട്ട് അവർ വളർത്തിക്കൊണ്ടുവന്നു. ഉപഭോഗ സംസ്കാരവും കമ്മ്യൂണിസമായിട്ട് യോജിച്ചു പോവില്ല. അതിൽ പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ആൾമോസ്റ്റ് വിച്ഛേദിച്ച മാതിരി അകന്നു. അപ്പോൾ ജനങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ പേടിയുണ്ടാവുന്നല്ലാണ്ട് സ്നേഹവും ബഹുമാനവും ഇല്ലാണ്ട് ഇത്രയും അങ്ങനെ ഒരു സിസ്റ്റം തകരും. അത് തകരുന്നുള്ളതിൻ്റെ പിന്നെ തകർന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല, എത്ര കാലം നീണ്ടുന്നല്ലോ എന്നേ തോന്നിയുള്ളൂ. പക്ഷേ അവിടെ നിന്നൊരു കാര്യം തീരുമാനിച്ചു. ഒരു മനസ്സിലൊരു സ്വപ്നം. ആദ്യത്തെ സ്വപ്നം റഷ്യയിൽ പോകാനുള്ളതായിരുന്നു. രണ്ടാമത്തെ സ്വപ്നം റഷ്യയിൽ വെച്ചിട്ടുണ്ടായ സ്വപ്നമാണ്. ആ സ്വപ്നം വെച്ചാൽ ഇന്ത്യയിലെ കുട്ടികൾക്ക് മുഴുവൻ സോവിയറ്റ് യൂണിയനിൽ അന്നുണ്ടായിരുന്ന കുട്ടികളുടെ മാതിരി സന്തുഷ്ടമായി ജീവിക്കാൻ പറ്റണം. ഞാൻ ലോകത്തിലെ കുട്ടികളെ മുഴുവൻ മനസ്സ് കണ്ടില്ല, ഇന്ത്യയിലെ കുട്ടികൾക്ക് മുഴുവൻ. അത് ഒരു ഭ്രാന്ത സ്വപ്നമാണ്. ഇപ്പൊന്നും അതിൻ്റെ അടുത്തേക്കൊന്നും ഇപ്പോഴും എത്തിയില്ല. പക്ഷെ അത് വേണമെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ മാതിരിയുള്ള സോഷ്യലിസം നടപ്പാക്കാൻ പറ്റില്ല. ഡെമോക്രസി വേണം. ഡെമോക്രസി ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഡെമോക്രസി വേണമെച്ചാൽ 2-3 കാര്യങ്ങൾ വേണം. ഡെമോക്രസി വേണമെച്ചാൽ ഒന്ന്, ആധുനിക യുഗത്തിലെ ഡെമോക്രസി വേണമെച്ചാൽ ആധുനിക യുഗത്തിലെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അറിവ് ജനങ്ങൾക്ക് സാമാന്യമായിട്ട് ജനങ്ങൾക്ക് ഉണ്ടാകണം.
ഇല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. 1960-കളുടെ മധ്യത്തിൽ ഡോക്ടർ MP-യെ പരിചയപ്പെടുമ്പോൾ ഇന്ന് ഞാനും ഡോക്ടർ MP-യും ഊർജരംഗത്ത് ബദലുകൾക്ക് വേണ്ടി വളരെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചിന്തിക്കുവാൻ തുടങ്ങിയിരുന്നില്ല. അന്ന് ശാസ്ത്ര പ്രചരണം മാത്രമായിരുന്നു ലക്ഷ്യം, അത് മാതൃഭാഷയിൽ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം. അത് നിറവേറ്റാൻ വേണ്ടിയുള്ള ഒട്ടേറെ കടമ്പകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഡോക്ടർ പരമേശ്വരൻ അന്ന് ബോംബെയിൽ BRCയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ആദ്യമായി ശാസ്ത്ര സാങ്കേതിക പദാവലി എന്ന ഏറ്റവും വലിയ കീറാമുട്ടി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നു. ആദ്യമായ ഒരു ശബ്ദാവലി ഉണ്ടാക്കുവാനുള്ള ശ്രമം തന്നെ തുടങ്ങി. My name is Dr. T.V. Venkateshwaran. I am currently a scientist with the Vigyan Prasad Department of Science and Technology, Government of India. I am also a science activist inspired by Dr. M.P. Parameswaran. If we look at science popularization, till 75, the science popularization looked at the first dimension, which is communicating science in a very interesting way. There is a huge importance for it, given the fact that the science education in formal system is in apathic condition, given the fact that still, if you look at the India as a whole, large number of people are illiterate. The average schooling is, I think, less than 5 years. So in that condition, I mean, the first dimension, that is communicating science in a interesting and accessible way, is a very, very important activity. But then there is another dimension that has emerged from 1975, which is to look at the connection between science, society and technology. You know, I mean, in contemporary times, given the fact that science and technology is pervading all our aspects of life, it is not only about knowing what the world is, it's also about how are we going to use that knowledge to some purpose. So the question of purpose, to what end, how, what are the means by which we are going to do this comes into picture. And that I think that dimension of science communication in India, I think Dr. M.P. Parameswaran is one of the important key pioneer who sort of put forth on the table. ജനാധിപത്യ വിപുലീകരണ പ്രക്രിയയിൽ ശാസ്ത്ര സാങ്കേതികതയുടെ വ്യാപനം എത്രമാത്രം അനിവാര്യമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേവലം പരീക്ഷണശാലയുടെ അതിരുകൾക്കുള്ളിൽ കുരുങ്ങിക്കിടന്ന ശാസ്ത്രനേട്ടങ്ങളെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഡോക്ടർ MP മുന്നിട്ടിറങ്ങിയത്. വിപ്ലവാനന്തര സോവിയറ്റ് വികസന അനുഭവങ്ങളെ ഒരു പഠിതാവ് എന്ന നിലയിൽ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കുന്നതിലും ഗുണകരമായതിനെ സ്വാംശീകരിക്കുന്ന കാര്യത്തിലും MP എന്നും ബദ്ധശ്രദ്ധനായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേൽക്കൈയിൽ ഗ്രാമങ്ങളുടെ സാങ്കേതിക ശാക്തീകരണം ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഗ്രാമശാസ്ത്ര സമിതികൾ ഈ ദിശയിലുള്ള പ്രാരംഭ ചുവടുകളിൽ ഒന്നായിരുന്നു. എന്നാൽ തന്റെ സ്വപ്നങ്ങളോട് വളരെ അടുത്തു നിൽക്കുന്ന ജനപക്ഷ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനം രൂപപ്പെട്ടത് പിന്നീടാണ്. 1987 നവംബർ 22-ന് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ 10 ഏക്കർ സ്ഥലത്ത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സാമ്പത്തിക പിന്തുണയോടെ IRTC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ രൂപമെടുത്തു. ഇന്ത്യൻ ഗ്രാമീണ സമ്പദ്ഘടനയെ ശാക്തീകരിക്കാനും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിച്ച് അവരെ സാമൂഹിക മുഖ്യധാരയിലേക്ക് ഉയർത്താനും ഉപയുക്തമായ 100 കണക്കിന് പ്രൊജക്ടുകൾ IRTCയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രൊജക്ടുകൾ പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ സഹായകരമായ ചെറുതൊഴിൽ സംരംഭങ്ങളുടെ മാതൃകകൾ വികസിപ്പിക്കുക എന്നത് IRTCയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സോപ്പ് നിർമ്മാണം, പന്നി വളർത്തൽ, കൂൺ കൃഷി, പോട്ടറി, അലങ്കാര മത്സ്യ വളർത്തൽ തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ സംരംഭകത്വം വളർത്തുന്നതിന് സഹായകരമായ ആശയപരവും സാങ്കേതികപരവുമായ പിന്തുണ കൊടുക്കുന്നതിൽ IRTCയുടെ ഇടപെടൽ ഫലപ്രദവും അർത്ഥപൂർണവുമായിരുന്നു. ഇന്ത്യൻ സമ്പദ്ഘടനയെ സാങ്കേതികപരമായി നവീകരിക്കാനും ശാസ്ത്രബോധത്താൽ ഉത്തേജിപ്പിക്കാനും IRTC നടത്തുന്ന പരിശ്രമങ്ങളുടെ പിറകിൽ ഡോക്ടർ MP പരമേശ്വരന്റെ കലവറയില്ലാത്ത പിന്തുണയും സഹായവും എപ്പോഴും ഉണ്ടാകാറുണ്ട്. IRTCയിൽ വെച്ച് നടക്കുന്ന നയപരവും പ്രയോഗപരവുമായ ആലോചനാ യോഗങ്ങളിലും പരിശീലന കളരികളിലും
ഡോക്ടർ എം പി പരമേശ്വരൻ നിത്യസാന്നിധ്യമാണ്. തലമുറകൾക്കിടയിൽ സംഭവിച്ചേക്കാവുന്ന ആശയപരമായ വിടവുകൾ പുതുതലമുറയുമായുള്ള നിരന്തര സഹവാസത്തിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ഡോക്ടർ എം പി പരമേശ്വരൻ സമർത്ഥമായി മറികടക്കുന്നുണ്ട്. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്നത് ജനാധിപത്യ വിപുലീകരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതിന് സാമൂഹിക യുക്തികളുടെയും സാമൂഹിക ബോധത്തെ നിർണയിക്കുന്ന ഘടകങ്ങളെയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അത് ആരെക്കാളും നന്നായി തിരിച്ചറിയുന്ന ഒരാളാണ് ഡോക്ടർ എം പി പരമേശ്വരൻ. പ്രായലിംഗഭേദമന്യേ ആളുകളുമായി ആശയവിനിമയം നടത്താൻ ഡോക്ടർ എം പി ആർജിച്ച നിപുണതയും നിർമ്മലതയുമാണ് അദ്ദേഹത്തെ മികച്ച ഒരു ശാസ്ത്ര പ്രചാരകനാക്കുന്നത്. MP always I'm always remembering MP always thinks about the development of the society and development of the poorest of the poor, how the people will live in a very equitable society. That is his main aim of the life. So always, that's why he is always talking about the development things. So many stories with MP that we have, because we have been sitting, we have sat long times in meetings, informally, formally, and also have went to many places, many districts with him, and he is always talking like that. He is always, what is his main quality? In my movement, what attracts me, that is his positive attitude. Because he always says that ki nothing will happen with negative attitude. If you get something, then be negative. So his positive attitude attracts me. So one of our colleagues just tell me that I also want to tell something about you. Our service attorney just tell me that when you will be 80 years, then at that time, if I am alive, then I will speak on you that how you are brisk and cheerful. So I have told him that this type of things gives us this type of strength. So MP always thinking about the development of the society, right? I am telling about some examples in Right to Education, just 2009. In Right to Education, he always speaks about the education of the marginalized community, of Dalit, of Adivasi, of the girls, how they will get education, how will dialogue with the people, and that dialogue will bring one charter of demand, one education plan from the village to national, and we have to put to the government that distance. And second thing also that many good things is happening all over India, but the country and the political situation does not bring that good things. So we have to bring the good experiences of the PSM on education, on doing appropriate technology, on gender issues, on like developing the self-help groups, how women were struggling there. In that way we can bring and we can give to the society and the country that this is being happen. How this will be happen is happening because of the people are working at the ground level. That's why this is happening. So this type of things is always. He says that when you are in speed, you are running so fast, don't tucker in the wall. So you please see how can you go. So you take the side gate and go. If you tucker, then what will happen? Your head is injured and you will fall down, and your time will be, and you can't go there. So this is strategy. Strategy means strategy in that way कि when you are working, you have to be very strategic. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുഖ്യ സംഘാടകനും
പ്രചാരകനും എന്ന നിലയിൽ യൂണിറ്റ് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരേപോലെ ഇടപെടാൻ ഡോക്ടർ എം പി കാണിക്കുന്ന അനിതര സാധാരണ പാഠവും ഏവർക്കും മാതൃകയാവേണ്ടതാണ്. ശാസ്ത്രത്തെ സാമൂഹിക മാറ്റത്തിന് അനുഗുണമായ ഒരു പ്രത്യയശാസ്ത്രമായി വളർത്താനും മാതൃഭാഷയിൽ ശാസ്ത്രം പറയാനും രൂപീകൃതമായ മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനമായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപക നേതാക്കളുടെ പട്ടികയിൽ ഡോക്ടർ KG അടിയോടി, PT ഭാസ്കര പണിക്കർ എന്നിവരുടെ പേരിനൊപ്പം ഡോക്ടർ MP പരമേശ്വരന്റെ പേരും മുദ്രിതമാകുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യ രചയിതാക്കളുടെ കൂട്ടായ്മയായിരുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാക്കി വളർത്തുന്നതിൽ സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ള നിരവധി പേരുടെ സംഭാവനകളുണ്ട്. ശാസ്ത്ര ഗവേഷകർ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലാളികൾ, യുവാക്കൾ, സ്ത്രീകൾ എന്നീ സമസ്ത മേഖലയിലെയും ജനങ്ങളുടെ പ്രസ്ഥാനമായി വളരാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കഴിഞ്ഞു. ഇവരെയെല്ലാം സംഘടന എന്ന ഒരൊറ്റ ചരടിൽ കോർത്ത് പുരോഗമനോന്മുഖമായി ചരിക്കാൻ, അതിന് കൃത്യമായ ദിശാബോധം പകരാൻ കഴിയുന്ന രീതിയിൽ വിപുലമായ സൗഹൃദങ്ങളുടെ ശൃംഖല ഡോക്ടർ MP പരമേശ്വരൻ പ്രസ്ഥാനത്തിന് അകത്തും പുറത്തും രൂപപ്പെടുത്തുകയുണ്ടായി. അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന കളങ്കരഹിതവും ലാളിത്യപരവും നിസ്വാർത്ഥവുമായ ജൈവിക ബന്ധമാണ് പാരിഷത്തികത എന്ന പേരിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. ഒന്നായി പാടാനും ഒന്നായി പറയാനും ഒന്നായി പ്രവർത്തിക്കാനും കഴിയുന്ന സ്നേഹബന്ധം. പാരിഷത്തികത ഒരു സംസ്കാരമായി വളർത്തുന്നതിൽ മാതൃകാപരമായി മുന്നിൽ നിൽക്കുന്ന അതുല്യ വ്യക്തിത്വമാണ് ഡോക്ടർ MP പരമേശ്വരൻ. സമൂഹം നേരിടുന്ന ഏതൊരു പ്രശ്നങ്ങളെയും സർഗാത്മകമായി അഭിസംബോധന ചെയ്യുന്ന വ്യക്തികളുമായും ഗ്രൂപ്പുകളുമായും ചേർന്ന് നിൽക്കാൻ ഡോക്ടർ MP കാണിക്കുന്ന വ്യക്തിവൈശിഷ്ട്യം ശ്രദ്ധേയമാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന ഗുണാത്മക ഊർജം MP-യെ നിരന്തരം ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലത് ചിന്തിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഡോക്ടർ MP-യോട് ചേർന്ന് നിൽക്കാൻ കഴിയും. ഭാഷയുടെ, ദേശീയതയുടെ, പ്രാദേശികതയുടെ ഭേദങ്ങളില്ലാതെ വിശാല മാനവികതയുടെ കൊടിക്കൂറയുടെ കീഴിൽ അയാൾ നിരന്തരം സചേതനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതികതയുടെ വികാസത്തിന്റെ പരിസരത്ത് വിമോചിതനായി നിൽക്കുന്ന വിശ്വമാനവൻ കേവലമൊരു ഉട്ടോപ്യൻ അടയാളമായല്ല ഡോക്ടർ MP-യിൽ പ്രവർത്തിക്കുന്നത്. മറിച്ച് ശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരണത്തിന്റെ ആയുധമാക്കി വളർത്താനും അത് മൊത്തം ജനതയുടെ ക്ഷേമത്തിന് ഉപയുക്തമാക്കാനും അതിലൂടെ സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു സമൂഹത്തെ അയാൾ നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. डॉक्टर MP परमेश्वरन मैंने हम आपको बता सकते हैं कि पूरे हिंदी एरिया में अगर लिटरेसी कैंपेन नहीं होता तो सोसाइटी के अवेयरनेस पर बात ही नहीं होता, और उसमें सबसे बड़ा कंट्रीब्यूशन डॉक्टर MP परमेश्वरन का है। क्योंकि हम अपने ज़िंदगी में 91 में जब डॉक्टर MP परमेश्वरन से मिले तो हम आपको बता सकते हैं कि एक बस टूटा हुआ खिड़की था, उसका पूरा ठंडा हवा आ रहा था, और हम धनबाद से नवादा जा रहे थे, और नवादा के एक आश्रम में डॉक्टर MP परमेश्वरन से पहले बार हम मिले। और आप कह सकते हैं कि पूरे हिंदी क्षेत्र में हिंदी के 13 राज्य है, 13 राज्य है हिंदी में, हिंदी एरिया का 13 स्टेट जहां हिंदी बोला जाता है, और वहां सबसे ज्यादा बैकवर्डनेस है। कहा जाता है वो काऊ बेल्ट है। काऊ बेल्ट का मतलब हो गया कि पूरा गोबर बेल्ट। लेकिन उस गोबर बेल्ट में जब 90 में हम लोग लिटरेसी कैंपेन शुरू किए थे तो महिलाएं घूंघट लेके आती थी, बहुत बड़ा कास्टिज्म था, बहुत बड़ा फ्यूडल स्ट्रक्चर था। ये सारे चीज़ों को ब्रेक करने का काम लिटरेसी मूवमेंट किया, BGBS किया, और उसमें सबसे बड़ा कंट्रीब्यूशन डॉक्टर MP परमेश्वरन का है। डॉक्टर MP परमेश्वरन से पहला वो मिले। दूसरा है कि जब डिजास्टर हो रहा था उड़ीसा में और हमारा जनरल काउंसिल चल रहा था, आप भी थे उसमें, उस जनरल काउंसिल के बाद डॉक्टर MP परमेश्वरन पूरा आपके जा करके गांव-गांव में, माने एक इतना बड़ा लीडर, लेकिन उड़ीसा के गांव-गांव में जा करके हमारे साथ मीटिंग किए। जगत सिंहपुर एक जिला है जहां का एक ब्लॉक में 20,000 लोग मर गया था।
वहाँ गांव-गांव में एमपी जाकर के मीटिंग कर रहे थे और वहाँ फिर लाइवलीहुड का पूरे देश में डिजास्टर के साथ लाइवलीहुड को जोड़ने कर काम करने का पहला केस स्टडी है वो जगत सिंहपुर में है, उड़ीसा में, जो डॉक्टर एमपी परमेश्वरन के लीडरशिप में हुआ। एक दूसरा, तीसरा बात क्या है कि अगर लिटरेसी कैंपेन एर्नाकुलम से नहीं होता, अगर केएसएसपी और डॉक्टर एमपी परमेश्वरन वगैरह हिंदी के गांव में नहीं जाते तो आज हिंदी एरिया का सिचुएशन और खराब होता। आज सोसाइटी में लाखों यंग निकल करके आए हैं जो एक लड़ाई कर रहे हैं और उसमें आप कह सकते हैं कि डॉक्टर एमपी परमेश्वरन का सबसे बड़ा कंट्रीब्यूशन है। थर्ड में ये एक ऐसा व्यक्ति थे, हम लोग का जब लिटरेसी कंप्लीट हो गया, कंटिन्यूइंग एजुकेशन हो गया, क्या करें, तो इन्होंने एक दिया कन्वर्जेंस का कंसेप्ट, जिसमें 5 पंचायतों को मॉडल बना करके रिसोर्स पर्सन का ट्रेनिंग करना और एक रिसोर्स पर्सन बिल्ड करना। ये एक बहुत बड़ा काम डॉक्टर एमपी परमेश्वरन के मिल करके किया गया। थोड़ा എം പി പരമേശ്വരൻ ശാസ്ത്രകാരനാണ്, ശാസ്ത്ര പ്രചാരകനാണ്, എഴുത്തുകാരനാണ്, ലേഖനം എഴുതും. പക്ഷെ അദ്ദേഹം കവിത എഴുതിയതാരും കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം ശാസ്ത്ര കവിത എഴുതിയിട്ടുണ്ട്, പാട്ട്. അത് വി കെ ശശിധരൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വി കെ ശശിധരൻ മാഷ് PKS ചിട്ടപ്പെടുത്തി പാട്ടാക്കിയിട്ടുണ്ട്. അതാണ് ഹേ പ്രപഞ്ചമേ എന്നുള്ള പാട്ട്. ഹേ പ്രപഞ്ചമേ നീ മായയാണു, ഹേ പ്രപഞ്ചമേ നീ മായയാണു, കരമോ ദ്രവമോ വാതകമോ പ്ലാസ്മയോ പിന്നെ തേജസ്സോ നീ ഇരുളോ വെളിച്ചമോ ചൂടോ തണുപ്പോ നീ ഇരുളോ വെളിച്ചമോ തന്മാത്രയിലെ അണുക്കളോ അണുവിനുള്ളിലെ കണങ്ങളോ കണങ്ങൾ തൻ ചലനമോ നീ ചലനത്തിൻ ഊർജമോ ഊർജത്തിൻ കണമോ നീ കണങ്ങൾ തൻ തരംഗമോ കണങ്ങൾ തൻ തരംഗമോ എന്തു നീ പ്രപഞ്ചമേ ഹേ പ്രപഞ്ചമേ നീ മായാണോ കാലത്തിൻ വേലയോ നീ മാനത്തിൻ വേഷമോ നീ മായയെന്നോ നിൻ പേർ എവിടെ നീ പറയാൻ വിഷമം എങ്ങു പോകുന്നു നീ പറയാൻ വിഷമം അനിശ്ചിതത്വമെന്നോ നിൻ പേർ പറയാൻ വിഷമം നിന്നെ സൃഷ്ടിച്ചതാര് ആ സ്രഷ്ടാവിൻ സ്രഷ്ടാവേത് നിൻ തുടക്കമെന്ത് നിൻ അന്ത്യമെന്ത് അജ്ഞേയയോ നീ അപ്രാപ്യയോ നീ അജ്ഞേയയോ നീ അപ്രാപ്യയോ നീ ഇല്ലായ്മയോ വെറും ഇല്ലായ്മയോ ഇല്ലായ്മയോ വെറും ഇല്ലായ്മയോ എന്നുത്തമ രൂപമാം മനുഷ്യാനി കണ്ണടച്ചിരുട്ടാക്കാതെ കർമ്മം ചെയ്യുക മനുഷ്യാനി ജ്ഞാനം നേടുക മനുഷ്യാനി സ്വതന്ത്രനാവുക മനുഷ്യാനി. 1970കളുടെ മധ്യത്തോടു കൂടി തന്നെ പരിഷത്തിന്റെ പ്രവർത്തനത്തെ അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ആരംഭിച്ചിരുന്നു. അതിനും ബീജാവാപം ചെയ്യുന്നത് ഒരു തരത്തിൽ MP തന്നെയാണെന്ന് പറയാം. MP-ക്ക് ധാരാളം ബന്ധങ്ങൾ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടും ശാസ്ത്ര ചിന്തകരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ആലോചനകളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അതിൻ്റെ ഒരു പരിപാടി പരിഷത്തിൻ്റെ കലാജാഥകളെ ഒരല്പം തമിഴ്നാട്ടിലേക്ക് ഒരല്പം കർണാടകത്തിലേക്ക് ഇങ്ങനെയൊക്കെ നീട്ടുന്ന ഒരു പദ്ധതിയിൽ നിന്നാണ് തുടങ്ങിയത്. അന്ന് ചെറുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള തമിഴ്നാട് സയൻസ് ഫോറം സഹായിച്ചു. കർണാടകത്തിലെ കർണാടക രാജ്യ വിജ്ഞാൻ പരിഷത്ത് അതിനെ സഹായിച്ചു. അത് വളരെ വിജയകരമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ജാഥയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. അതിന് പ്രധാന നിമിത്തമായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വിപുലമായ കലാജാഥയും ഭോപ്പാലിൽ ചെന്ന് അവസാനിക്കുന്ന തരത്തിലുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്തു.
അതിൻ്റെയും പ്രധാന അപ്പോൾ എം പിക്ക് അന്നുണ്ടായിരുന്ന കുറേയധികം ബന്ധങ്ങൾ, ഉദാഹരണമായിട്ട് ഡൽഹി സയൻസ് ഫോറം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധം, ഭോപ്പാലിലെ ഏകലവ്യ എന്ന് പറയുന്ന ഗ്രൂപ്പും കിഷോർ ഭാരതി ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്ന ബന്ധം, മഹാരാഷ്ട്രയിലെ ലോകവിജ്ഞാൻ സംഘടന എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പതുക്കെ ആ പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അവരുടെ ശാസ്ത്ര പ്രചരണ വിഭാഗം, അവരുടെ സഹായത്തോടു കൂടി ഒരു ദേശീയ തലത്തിൽ ഭാരത് ജനവിജ്ഞാൻ ജാഥ എന്ന് പറയുന്ന ഒരു വിപുലമായ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 5 ജാഥകൾ അത് ഒരുമിച്ച് ഭോപ്പാലിൽ സമാഗമിക്കുന്ന തരത്തിലൊരു വലിയ പ്ലാനിങ് നടത്തി. അതിൻ്റെ പ്രധാന ആസൂത്രകൻ എം പി തന്നെയായിരുന്നു. അതിൻ്റെ കൺവീനറും അങ്ങനെ ഉണ്ടാക്കിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എം പി ആയിരുന്നു. ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ ഒക്കെ ഈ ആശയവുമായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ആ പ്രവർത്തനത്തിൽ നിന്നാണ് പതുക്കെ ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്ക് ഉണ്ടായി വരുന്നത്. 1986 കണ്ണൂരിൽ നടന്ന ഒന്നാമത്തെ ജനകീയ ശാസ്ത്ര കോൺഗ്രസ്സിൽ വെച്ചിട്ട് AIPS രൂപീകരിക്കപ്പെടുകയും ഒന്നാമത്തെ സെക്രട്ടറി ആയിട്ട് MP തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1980 നമ്മൾ ശാസ്ത്ര കലാജാഥ ശാസ്ത്രാഹിത്യ പരിഷത്ത് തുടങ്ങുന്നത്. പക്ഷെ അതിന് എത്രയോ മുമ്പ് തന്നെ കലാപരിപാടികൾ അവിടെ ഇവിടെയൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ ശാസ്ത്ര കലാജാഥ എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടർ MP പരമേശ്വരനാണ്. അതൊരു കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച ഒരു ആശയമാണ് പിന്നീട് പ്രാവർത്തികമാക്കിയത്. 80 തിരുവനന്തപുരത്ത് തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള കാരക്കോണത്തുനിന്ന് കാസർഗോഡ് വരെ 1.5 മാസം. അപ്പോൾ ആ കലാജാഥ എന്നുള്ള ആശയം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട്, തൃശ്ശൂർ MP വീട്ടിലാണ് നമ്മളിതിൻ്റെ എല്ലാ ആലോചനാ യോഗങ്ങളും നടത്തിയത്. തൃശ്ശൂരിലുള്ള വീട്ടിൽ പ്രൊഫസർ B അരവിന്ദാക്ഷൻ, മുല്ലനേഴി മാഷ്, VK ശശിധരൻ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ക്യാമ്പ് നടത്തിയത് തിരുവനന്തപുരത്തുള്ള MP വീട്ടിലാണ്. MP പട്ടത്തുള്ള വീട് എടുത്തിട്ടാണ് നമ്മൾ കലാജാഥ ക്യാമ്പ് നടത്തിയത്, അല്ലാതെ വേറെ അവിടെ സ്വാഗത സംഘമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷങ്ങളും ഇതൊരു അനുഷ്ഠാനം പോലെ ഒരു സ്ഥാപനവൽക്കരിച്ചതിന് ശേഷവും ശാസ്ത്ര കലാജാഥ എന്നുള്ളൊരു ആശയം പ്രാവർത്തികമായി അത് ലോക ശ്രദ്ധയിൽ വന്നതിന് ശേഷവും എല്ലാ കലാജാഥ പരിശീലന ക്യാമ്പിലും ഒരു ആദ്യന്തക്കാരനാണ് MP. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രചരിപ്പിക്കാൻ കാലാകാലങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രചാരണ ഉപാധികൾ രൂപപ്പെടുകയുണ്ടായി. രൂപപരമായ വൈവിധ്യം കൊണ്ടും പ്രമേയങ്ങളുടെ വ്യത്യസ്തതകൾ കൊണ്ടും ലളിതമായ ദൃശ്യസംഗീതാവിഷ്കാരങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ശാസ്ത്രകലാജാഥകൾ. അഖിലേന്ത്യാ തലത്തിൽ തന്നെ സുസംഘടിതമായ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം വളർത്തുന്നതിൽ കലാജാഥകളുടെ പങ്ക് വിവരണാതീതമാണ്. ഇന്ത്യയിൽ ബദൽ രാഷ്ട്രീയ വികസന തന്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇന്ത്യൻ പൗരസമൂഹത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകിയ മൗലികമായ സംഭാവനയായി ശാസ്ത്രകലാജാഥയെ കാണാവുന്നതാണ്. അതുവരെ സമൂഹം ഗൗരവമായി അഭിസംബോധന ചെയ്യാതിരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ലിംഗവിവേചനത്തിന്റെ പ്രശ്നങ്ങളും ആരോഗ്യരംഗത്തെ അശാസ്ത്രീയതയും ലാഭക്കുതിയും ഭരണകൂട ഭീകരതയും യുദ്ധാസക്തിയും സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ അവതരിപ്പിക്കാനും പ്രസ്തുത വിഷയങ്ങളിൽ അർത്ഥപൂർണമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും കലാജാഥകൾക്ക് സാധിച്ചു. MP വളരെ അടുത്ത ഒരു ഗുരു തന്നെയായിരുന്നു പ്രൊഫസർ യശ്പാൽ. പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ, ശാസ്ത്രപ്രചാരകൻ, സ്വതസിദ്ധമായൊരു ശൈലിയുടെ ഉടമസ്ഥൻ. അവർ MP അദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത ആശയവിനിമയം സാധ്യമായിരുന്നു. അവസാനം വരെ അത് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, ഇപ്പോൾ ഭാരത് വിജ്ഞാൻ സമിതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ വലിയ തോതിൽ പങ്കുവച്ച ഒരു പരിപാടിയായിരുന്നു UGCയുടെ പങ്കാളിത്തം. UGC ലിറ്ററസി അംബാസഡർമാരെന്ന് പറഞ്ഞൊരു ആൾക്കാരെ തന്നുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ. അതിനൊക്കെ മുൻകൈയിട്ട് പ്രവർത്തിച്ചത് ഡോക്ടർ യശ്പാലാണ്. അപ്പം അതിന് സാധ്യമായത് ഈ അനൗപചാരികമായ രീതിയിലൂടെ ഗഹനമായ കാര്യങ്ങൾ
ചർച്ച ചെയ്യാനുള്ള എം പിയുടെ ഒരു ശൈലിയായിരുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ശൈലി എന്ന് പറഞ്ഞാൽ എം പി രാവിലെ ഞാൻ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ യേശുപാലിൻ്റെ അടുത്തേക്കാണ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അവിടെ വെച്ച് ഉണ്ടായി വരാൻ പോവാണ്. ഇങ്ങനെയുള്ള അനൗപചാരിക സമ്മേളനങ്ങളിലൂടെ പിന്നെ ആളുകളുടെ തലച്ചോറിൽ കൂടെ മാത്രമല്ല എം പി പ്രവർത്തിക്കുക, ഹൃദയത്തിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ പുത്തൻ ആശയങ്ങളായിരിക്കും. പലപ്പോഴും നമുക്ക് ആശയങ്ങളുടെ പിന്നെ കുറവല്ല, ആശയങ്ങളെ പാഷനേറ്റായിട്ട് എടുക്കാനുള്ള ഒരു ശ്രമം വേണം. ഒരു പാഷനായിട്ട് മാറണം. ഒരു ഭാഗത്ത് ദാർഢ്യമുള്ള ആശയങ്ങളായിരിക്കണം, അതേസമയം അവ പിന്നെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറക്കാൻ സാധിക്കും. അങ്ങനെയാണ് ജനകീയ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. വളരെ ബുദ്ധിപരമായി മിന്നിത്തിളങ്ങുന്ന ആശയങ്ങളായതുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് എത്തില്ല. അപ്പം സാക്ഷരത സൈദ്ധാന്തികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ സൈദ്ധാന്തികമായ സാക്ഷരതയുടെ പ്രാധാന്യം മാത്രമല്ല, അത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഒരു വമ്പിച്ച മൂവ്മെൻ്റാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് എം പിക്ക് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ APSനെയും ഒരു ശാസ്ത്രസഭ, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സഭ എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് എം പിയുടെ കാഴ്ചപ്പാട് സഹായിച്ചിട്ടുണ്ട്. 90കളിലെ ആദ്യമാണല്ലോ ഇത് എം പി ഇങ്ങനെ ഈ 4ാം ലോക വാദം. അപ്പോൾ ആ തരത്തിലുള്ള ചില വാദമുഖങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ ചില പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അത് യുക്തിസഹമല്ല, നിങ്ങളത് അങ്ങനെ പറയരുത്, അത് പ്രചരിപ്പിക്കണ്ട എന്ന് എം പിയോട് പറഞ്ഞിരുന്നു. അതങ്ങനെ അവർ വിട്ടിരുന്നു. പിന്നീട് അത് വന്നത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലാണ്. നമ്മുടെ ജനകീയാസൂത്രണം നടപ്പാക്കി അതുമായി ബന്ധപ്പെട്ട് അതിനെതിരായി MN വിജയൻ മാഷും ഒരു സെറ്റും നമ്മുടെ മലപ്പുറത്തുനിന്നൊരു സെറ്റും കൂടി ഇതിനെതിരായി പലതരത്തിലതിനെ ദുർവ്യാഖ്യാനം ചെയ്തെല്ലാം. ആ പശ്ചാത്തലത്തിലാണ് പിന്നെ എം പിയും പാർട്ടിയും തമ്മിലുള്ളത്. അപ്പോൾ ഇവർ വിജയൻ മാഷിൻ്റെ കൂടെയുള്ളവരും MP ഐസക്കിനെയാണ് അവർ ലക്ഷ്യമിട്ടത്. ഐസക്ക് പിന്നെ അത് പരസ്യമായിട്ടത് പറയാത്തത് കൊണ്ട് അവർക്ക് അങ്ങനെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ എം പിയുടെ പല പരസ്യ പ്രസ്താവനകളും ചിലയിടത്ത് MP പിന്നെയും പറഞ്ഞതും ഒക്കെ ഇവരുപയോഗിച്ച് പിന്നെ ഇവർ ഉന്നയിക്കുന്ന ചില വാദങ്ങൾക്ക് MP ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞത്, ഇതെല്ലാം ഉപയോഗിച്ച് അത് അവർ പാർട്ടിയിൽ കൊണ്ടുവന്നു. അന്ന് ആ കാലത്തുണ്ടായിരുന്ന പാർട്ടിയിലെ വിഭാഗീയത ഇവർ വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് MP പേരിൽ ഒരു നടപടി ഉണ്ടാകുന്നതിനുള്ള ഒരു സ്ഥിതി ഉണ്ടായത്. MP സയൻസിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. MP ഉന്നയിച്ച അത് പിന്നീട് അതിൻ്റെ ശരിമ തെളിയിക്കപ്പെട്ടു വരികയാണ്. പക്ഷേ അതേസമയം MP സാമൂഹ്യ ശാസ്ത്രപരമായ നിലപാടുകൾ അതിൻ്റെ ഒരു തരത്തിലുള്ള യുക്തിഭംഗം അതും നമ്മൾ പുറത്തു വരികയാണ്. MP ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം, MP തുടർച്ചയായിട്ട് സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു സ്ഥലത്തങ്ങനെ നമ്മുടെ പല ബുദ്ധിജീവികൾക്കും കാണുന്ന ഒരു കാഴ്ച, അവർ കുറേ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അമർത്തി പിടിച്ചുകൊണ്ട് അതിലൊരു മാറ്റവും വരുത്താതെ ഇങ്ങനെ സ്റ്റാറ്റസ് ക്വോയുടെ ആൾക്കാരായിട്ട് നിൽക്കും. MP അതിന് വളരെ വ്യത്യസ്തനാണ്. തുടർച്ചയായിട്ട് MP യെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പുനഃപരിശോധിക്കും. പുനർവായനകളും പുനഃപ്രസ്താവനകളൊക്കെ ഉണ്ടാവും. MP കടുത്തൊരു മാർക്സിസ്റ്റാണോ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കടുത്തൊരു ഗാന്ധിയനാണോ അല്ല. ജനനന്മയ്ക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് പിന്നെ ഈ ആശയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അത് പല ചെരുവുകളിൽ ആവശ്യമായിട്ട് വരും. പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. എനിക്ക് തോന്നുന്നു നവമാധ്യമങ്ങളെ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ച് ആവേശപൂർവ്വം സംസാരിക്കുന്നതും MP തന്നെയാണ്. See, when we talk about the role of MP in education, what is important for us to see is that there is a vision which goes beyond what is happening at present. So, as I was talking earlier, even the whole conception of literacy mission, and to convince the government that it's not going to be a technology mission like it was planned early, but it's really going to be face-to-face with volunteers and with unpaid volunteers. So there's volunteerism in sharing education. It's not a paid person.
And in that, what was the most important thing was that the entire planning will be done in a decentralized manner. There will be people's participation in planning for what literacy means to you, and how literacy is not just in a book, but literacy is from life. We are learning to read and write, but the motivation is to change our lives. So that was for us very important in the 90s, that people's participation in mobilization, people's participation, people's own songs, people's dramas, and kalajathas. So that was a major shift as far as our country is concerned in how do you involve and mobilize people. You don't go top down saying, you're not educated, come on, I will teach you. So that was the first thing. സമൂഹത്തിൽ നിലനിൽക്കുന്ന അശാസ്ത്രീയതകൾക്കെതിരെ നിരവധി സമരങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിരുന്നു പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിത ചൂഷണങ്ങൾക്കെതിരെ രൂപപ്പെട്ടുവന്ന നിരവധി സമരങ്ങൾ. സൈലന്റ് വാലി ഊർജ്ജ പദ്ധതിക്കെതിരെ നടത്തിയ സമരം പ്രസ്തുത ദിശയിലെ ശ്രദ്ധേയമായ ഏടായിരുന്നു. വളരെ അപൂർവമായ സസ്യജന്തുജാലങ്ങൾ അധിവസിക്കുന്ന സൈലന്റ് വാലിയിൽ വിഭാവനം ചെയ്യപ്പെട്ട ഊർജോത്പാദന പദ്ധതി പ്രഥമ ദൃഷ്ടിയിൽ തന്നെ വൻതോതിൽ പരിസ്ഥിതി നാശം വിളിച്ചു വരുത്തുന്ന ഒന്നായിരുന്നു. ഡോക്ടർ MP പ്രസാദിനോടൊപ്പം സമരത്തിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്നതിലും ഡോക്ടർ MP പരമേശ്വരൻ മുന്നിൽ നിൽക്കുകയുണ്ടായി. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചക്രവാളത്തിൽ കേവലം ഒരു എഞ്ചിനീയറോ ശാസ്ത്രകാരനോ ആയി മാത്രം അടയാളപ്പെടുത്തേണ്ട ഒരു ജീവിതമല്ല ഡോക്ടർ MP പരമേശ്വരന്റേത്. മറിച്ച് ജീവിതത്തെ അർത്ഥപൂർണമായ ചാലുകളിലേക്ക് ഒഴുക്കിവിടാനും അതിനെ സമൂഹത്തിന്റെ ഉർവരതയെ പരിപോഷിപ്പിക്കാൻ പാകത്തിൽ ഉപയുക്തമാക്കാനും പ്രതിബന്ധങ്ങളോട് രചനാത്മകമായി സംവദിക്കുകയും അയത്നലളിതമായി അതെല്ലാം അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു മഹാനദി പോലെ ഡോക്ടർ MP ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിച്ചും കലഹിച്ചും സംവദിച്ചും കീഴ്പ്പെടാതെയും വിശ്വമാനവിക ബോധത്തെ നെഞ്ചേറ്റിയ നിറവിന്റെ മഹാസാഗരത്തെ പുൽകാനായി MP ഒഴുകിക്കൊണ്ടിരിക്കുന്നു.